ഹേ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കൊഞ്ച് കറിയാണ്. അതിന് വേണ്ടി തേങ്ങ, കൊച്ചുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവാളയാണ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്. സവാള, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ആവശ്യത്തിന് വെള്ളം, കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ അടിച്ചെടുക്കും. വൃത്തിയാക്കി വെച്ചിരുന്ന കൊഞ്ചിനെ ആദ്യം തന്നെ ഞാൻ ചട്ടിയിൽ കുറച്ച് വെള്ളം വീത്തിയിട്ട് അതിൻ്റെ അകത്ത് വെച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്തൊരു ചട്ടി എടുത്തിട്ട് അതിലോട്ട് തക്കാളി കുറച്ച് അരിഞ്ഞ് വെച്ചു. അതിലോട്ട് ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചു. അപ്പം കൊഞ്ചപ്പുറത്ത് ഇരുന്ന് വേവുന്നുണ്ടായിരുന്നു. കടുക് പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് പച്ചമുളകും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത് ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയതിന് ശേഷം കുറച്ച് സവാളയും കൂടെയാണ് ഇട്ടത്. കൊച്ചുള്ളിയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് അതിലോട്ട് തക്കാളിയും കൂടെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് നേരത്തെ അടിച്ച് വെച്ചിരുന്ന ആ മിക്സ് എടുത്തിട്ട് ഇതിലോട്ട് ഇടണം. ഇതിലോട്ടിട്ടിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇടയ്ക്ക് ഞാൻ കുറച്ച് പുളി വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് കുടംപുളി വേണമെങ്കിൽ അതും ഇടാം. നല്ലപോലെ തിളച്ച് വരുമ്പോഴത്തേക്കും കൊഞ്ചെടുത്ത് നമുക്ക് അതിലോട്ട് ഇടാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് അത് അടച്ച് വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്നെടുത്തിട്ട് തുറന്ന് നോക്കിയിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്ക് എടുക്കാം. ചോറും സാമ്പാറും കൊഞ്ചും അച്ചാറും പൊരിച്ച മീനും തോരനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ കൊഞ്ച് കുറച്ചേ എടുത്തുള്ളൂ, എന്നാലും ഈ മിക്സ് നല്ല സൂപ്പറായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ ഗായ്സ്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം.